എല്ലാവർക്കും നമസ്കാരം. ഇത് നിങ്ങളുടെ ധ്യാൻ ശ്രീനിവാസൻ. It is something truly very very special for me. By the way, this is not just a show, ഇതൊരു celebration ആണ്. Dance, music, memories, full on vibe. Side please. തമിഴ്നാട്ടിൽ ധ്യാൻ ശ്രീനിവാസനെതിരെ വ്യാപക ട്രോളുകൾ. CM വിജയിയെയും നടി തൃഷയെയും ധ്യാൻ അപമാനിച്ചെന്നാണ് ട്രോളുകൾ. അതെ, പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. നമ്മളെ പിടികിട്ടിയെന്ന എന്റെ പേടി. നമുക്ക് അടികിട്ടൊന്ന എനിക്കിപ്പോ പേടി. ചുമ്മാ താൻ CM ആകുമ്പോൾ നവ്യ നായർ സാരി ഉടുത്ത് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണമെന്നായിരുന്നു ധ്യാനിന്റെ വാക്കുകൾ. ഇതാണ് തമിഴ്നാട്ടിൽ വ്യാപകമായ ഓൺലൈൻ വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ഇത് വേണോ? ഇത്രയും നാളും കളിച്ച പോലെയല്ല, ഇത് വലിയ കളിയാ. എടാ, നീ കേട്ടിട്ടില്ലേ, നോ പെയിൻ നോ ഗെയിൻ. എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ്. നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. നിനക്ക് നവ്യ നായരോട് നിനക്ക് അങ്ങനെയുള്ള തോന്നലുണ്ടായോ? കല്യാണം കഴിക്കണമെന്ന് മറ്റോ തോന്നി? എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി ഉടുത്ത് ആ ഫ്രണ്ട് റോയിൽ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അമ്മയുടെ പ്രസിഡന്റ് ആവുമ്പോഴല്ല, CM ആകുമ്പോൾ വന്നാൽ മതി. കണ്ണ് നനച്ചുകൊണ്ട് നവ്യ ഉണ്ടാവുന്നുള്ള എല്ലാ പ്രതീക്ഷയിലൂടെ ഞാൻ നിർത്തുന്നു. നന്ദി. അണ്ണ, നമ്മുടെ പാണ്ഡിതുര അണ്ണനില്ലേ, അണ്ണനെ പറ്റി ആള് തെറി പറഞ്ഞു. ആക്ച്വലി ധ്യാന്റെ ഒരു സംസാര രീതിയും ധ്യാന്റെ ഒരു സർക്കാസും ഒക്കെ എന്താന്നുള്ളത് മലയാളികൾക്ക് അറിയാം. അതുകൊണ്ട് വലിയ നേട്ടമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമെന്ന് എനിക്കറിയാം. ഇതിപ്പോ തമിഴന്മാർക്ക് അറിയുന്നില്ലല്ലോ. തമിഴന്മാർക്ക് എണ്ണാവെ പറ്റി പറഞ്ഞ എന്ന് മാത്രമല്ലേ ഉള്ളൂ. അണ്ണാവെ പറ്റി പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് അതിഭീകരമായിട്ടുള്ള തമിഴ് മക്കളുടെ രോഷം ഭയങ്കരമായിട്ട് പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിന്റെയൊക്കെ അഭ്യാസം തമിഴ്നാട്ടിലല്ലടാ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ. അപ്പ കാണിച്ചാൽ ഉമ്മച്ചൻ ആരാണെന്ന്.